സത്യമായി ഞാൻ പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ തട്ടിയ എനിക്ക് തോന്നുന്നത് കൈതപ്പുറം ഗ്രാമത്തിലെ സപ്താഹത്തിലാണ് ഇതുപോലെ ഒരു അനുഭവം എനിക്കുണ്ടായത്. 2003 എൻ്റെ ഓർമ്മ. ചന്ദ്രശേഖര ശർമ്മ പാരായണവും മലയാളത്തിൽ ഞാൻ പ്രഭാഷണവുമായി നടത്തിയ ഒരു സപ്താഹമാണിത്. സാക്ഷാൽ കൈതപ്പുറമൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും നല്ല ഒരു അനുഷ്ഠാനം മറ്റു പലപ്പോഴും ഞാൻ പറയാറില്ലേ, നല്ലത് പക്ഷേ ഞാനിതിലും നലമുള്ളത് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഇപ്പോൾ പറയില്ല, ഇതിലും നലമുള്ളത് ഞാൻ കണ്ടിട്ടില്ല. വളരെ നന്നായിരുന്നു. അപ്പോൾ ഇനി എല്ലാ വർഷവും സപ്താഹങ്ങൾ ഉണ്ടാകണം. ഇതുപോലെയൊക്കെ തന്നെ ഇത് ആഘോഷിക്കണം. അതായത് ഭാഗവതത്തെ അടുത്തറിയുക, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ഒരു പിഴവും പറ്റാതെ നോക്കുക. നമ്മുടെ ഹൈന്ദവ വേദനത്തിനും ഹൈന്ദവ ഐക്യത്തിനും ഞാൻ എപ്പോഴും ആളുകളോട് പറയും, ആൾവേസ് തിങ്ക് ഓഫ് ദി സെക്കൻഡ് ക്രിസ്ത്യൻ. അല്ലേ, അതതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു കാറ്റ് വന്നു നമ്മുടെ തലക്കെട്ടിലേക്ക് ഒരു അല്ലേ, ആൾവേസ് തിങ്ക് ഓഫ് ദി സെക്കൻഡ് ക്രിസ്ത്യൻ. നമ്മുടെ ഹൈന്ദവ ജനതയിൽ ഒരു പ്രശ്നം ഇതാണ്. ആവേശവും സംസ്കാരവും കരുതലും ശാസ്ത്രബോധവും സമന്വയിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ. സ്ഥലത്ത് ആവേശം ഉണ്ടാകുമ്പോൾ നമുക്ക് സംസ്കാരം പോകരുത്, ശാസ്ത്രബോധം പോകരുത്, മുൻകരുതൽ പോകരുത്. അതാണ് കൃഷ്ണൻ്റെ ടോട്ടൽ പേഴ്സണാലിറ്റിയാണ്. ദ ടോട്ടൽ പേഴ്സൺ അല്ലേ. വെറും പ്രേമക്കാരനാണോ? വെറും ഭരണാധികാരിയാണോ? അനീതിയെ വെറുതെ എതിർക്കുക മാത്രം ചെയ്യുന്ന ആളാണോ? വെറും ഭർത്താവല്ല, വെറും അച്ഛനല്ല, വെറും മകനല്ല, ടോട്ടൽ പേഴ്സൺ. ഇപ്പൊ കൃഷ്ണ ഭാഗവത സപ്താഹത്തിന്റെ ഇംഗ്ലീഷിൽ പേര് പറഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ പേഴ്സൺ. നമ്മിലെ സമ്പൂർണ്ണ വ്യക്തിയെ കണ്ടെത്തുകയാണ്. നാളെ നമ്മളുടെ അനുഷ്ഠാനങ്ങൾ സർവീശ്വരി പൂജ, വിദ്യാഗോപാല പൂജ, നാമസങ്കീർത്തന രാസലീല എന്നിവയാണ്. ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ജോലി തീർന്നെന്ന് വിചാരിക്കേണ്ട. വളരെ ഇന്നിപ്പോൾ കുറച്ച് കാഴ്ചക്കാരും കുറച്ച് നർത്തകന്മാരും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നർത്തകികളും ഉണ്ടായിരുന്നു. നാളെ കാഴ്ചക്കാരുണ്ടാവുകയില്ല. എല്ലാവരും വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളെ പോലെ നൃത്തം ചെയ്യുന്നവരായിരിക്കും. അതിൻ്റെ സമ്പ്രദായം പറയാം. ദീപാരാധന കഴിഞ്ഞാൽ ലേശൊരു ഒരു 10-15 മിനിറ്റെങ്കിലും ചെറിയൊരു പ്രഭാഷണം വേണം നാളെയും. കാരണം നാളെ 11ാം സ്കന്ധം പറയുന്ന ദിവസമാണ്. വളരെ വിശിഷ്ടമായിട്ടുള്ള ഭഗവാന്റെ വാക്കാണ്. 10 സ്കന്ധത്തുകളിൽ ഭഗവാനെ പറ്റിയുള്ള വാക്കുകളാണ്. 11ാം സ്കന്ധം ഭഗവാൻ നേരിട്ട് നമ്മളോട് പറയുന്നതാണ്. എങ്ങനെ ജീവിക്കണം, നിങ്ങളുടെ ജീവിതം ആനന്ദമാണ് എന്നത് എങ്ങനെ നിങ്ങൾ കണ്ടെത്തണം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതൊരു ദീപാരാധനയ്ക്ക് ശേഷം ലേശം സമയം നമ്മളതിന് ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാമോ, നാളെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പോകാതിരിക്കാമോ? പറ്റുമോ? നമുക്കൊന്ന് എങ്ങനെയെങ്കിലും തരത്തിൽ. അല്ലെങ്കിൽ രാവിലത്തെ സമയം ഞങ്ങൾ ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങൾ 4 മണിക്കൂർ കൂടി വായന തുടങ്ങിയിട്ട് വിശാലം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞങ്ങളുടെ വായനയുടെ ടാർഗറ്റ് നേരത്തെ തീർക്കാം. ഒരു 10 മണിക്ക് പ്രഭാഷണം തുടങ്ങി 1 മണി വരെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? എന്നെ കുഴപ്പമുണ്ടോ? എന്നാൽ നമുക്ക് 11ാം സ്കന്ധവും കൂടി പറഞ്ഞു തീർത്ത് വൈകുന്നേരം സർവീശ്വരി പൂജ, വിദ്യാഗോപാല പൂജ, നാമസങ്കീർത്തന രാസലീല എന്നിവ മാത്രം നടത്താം. ഞങ്ങളുടെ ഒരു സമ്പ്രദായം അനുസരിച്ച് കയ്യിൽ കെട്ടിപ്പിടിച്ച് വരച്ച് പത്മമിടും. പത്മമിട്ടിട്ട് അതിൻ്റെ 2 വശത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ, ഒരു വശത്ത് നമ്മുടെ മക്കൾ, ഒരു വശത്ത് മുതിർന്ന ആളുകൾ. ആൺ പെൺ ഭേദമില്ല അതിനകത്ത്. ഇത് പെണ്ണുങ്ങൾ മാത്രമാണ് സർവീശ്വരി പൂജ എന്നൊരു തെറ്റായ ധാരണ നമുക്കുണ്ട്. അതങ്ങനെയില്ല. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 6 റോ ഇവിടെ ഞാനിവിടുന്ന് കണക്ക് കൂട്ടുന്നത് നോക്കുമായിരുന്നു. ഈ തൂണിൻ്റെ നേരെ പത്മവും വിളക്കും വെച്ചാൽ അപ്പുറത്തൊരു സെറ്റ്, ഇപ്പുറത്തൊരു സെറ്റ്. അവിടുന്ന് അത് ഫേസ് ടു ഫേസ്, അത് കഴിഞ്ഞ പിന്നെ ബാക്ക് ടു ബാക്ക്. ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഒരു സെറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വേറെ സെറ്റ്, പിന്നെ അവിടുന്ന് ബാക്ക് ടു ബാക്ക് ആയിട്ട് അങ്ങോട്ട് തിരിഞ്ഞൊരു സെറ്റ്, ഇങ്ങോട്ടൊരു സെറ്റ്. അപ്പോൾ 6 റോ ആകുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് ഒരു 10-100 ആളുകൾ വരെ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്കും കൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയും പേർക്ക് നമുക്ക്, അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം പങ്കെടുക്കാം. അതിലൊക്കെ നമ്മളൊരു ക്രമം വയ്ക്കും. അതായത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ അമ്മമാരിരിക്കത്തക്ക രീതിയിൽ ഒരു റോ അമ്മമാർ, അല്ലെങ്കിൽ ഒരു റോ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള കുട്ടികൾ, കഴിയുമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരിക്കുന്നത് കൊള്ളാം. അതൊക്കെ ഒന്ന് പോട്ടെ. ഇന്നെല്ലാവരും ഒന്നിച്ച് തൊഴുതോ? കൃഷ്ണൻ സന്തോഷമായോ? വെരി ഗുഡ്. അപ്പോൾ എൻ്റെ മനസ്സ് ഇവിടെയുമായിരുന്നു. അപ്പോൾ ആ സർവീശ്വരി പൂജ കഴിഞ്ഞാൽ അത് മെഡിറ്റേഷൻ ഉണ്ട് എല്ലാവർക്കും.
ഇതുവരെ മെഡിറ്റേഷൻ ചെയ്യാത്തവരെന്ന് കൈ കാണിക്കൂ. ഈ സപ്താഹത്തിന്റെ ഭാഗമായി മെഡിറ്റേഷൻ ചെയ്യാത്തവര്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് ചില ആൾക്കാർക്ക് ഇത്രയും പേര് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. സപ്താഹത്തിന്റെ ഭാഗമായ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കപില യോഗാഖ്യാനത്തിൽ കപില വാസുദേവൻ പറയും ഈശ്വരനെയും പ്രകൃതിയെയും തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ ഈശ്വരനെ അഷ്ടാംഗ യോഗം കൊണ്ട് ഉപാസിക്കണം. ഇവിടെ രാവിലെ പറഞ്ഞില്ലേ ഇരിക്കുക, പിന്നെ മൂക്കിനകത്തോട് ശ്വാസം പോകുന്നത് പ്രാണസ്യശോധയൻ മാർഗം, ചിത്തസലഭത്തെ പോലെയുള്ള കൃഷ്ണനെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞില്ലേ. അത് ആണ് നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ കാവിലയത്തിൽ പറയുന്ന മെഡിറ്റേഷനും ചിന്മയ മിഷൻ പരിശീലിപ്പിക്കുന്ന മെഡിറ്റേഷനും ഒക്കെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സുധർമ്മ മെഡിറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് അഷ്ടോത്തര മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി അതെല്ലാവരും ചെയ്യും. അതിനുശേഷം കുട്ടികൾക്ക് വേണ്ടി കൃഷ്ണന്റെ അഷ്ടോത്തര സ്വരവും വിദ്യാഗോപാല മന്ത്രവും കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ. ഈ 2 പുഷ്പാഞ്ജലികൾ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മുടെ വാലണ്ടിയർമാരാകാനുള്ളവരൊക്കെ. എന്നാലും നമുക്ക് കുറച്ച് വാലണ്ടിയർമാർ വേണം. അപ്പോൾ ഞങ്ങൾ ആ വിളക്കും പിന്നെ പുഷ്പങ്ങളും പത്മൊക്കെ മാറ്റി കഴിഞ്ഞാൽ പട്ടത്തിലെടുത്തിട്ട് ജയതി തീയതിക എന്നുള്ളത് കിട്ടി. അത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു. കിട്ടുന്നില്ലല്ലോ. അപ്പൊ അത് കൊടുത്തേക്കും. ആ ജയതി തീയതികം എന്ന് പറയുന്ന ഗോപികാഗീതം എല്ലാവരും കൂടെ ചൊല്ലും. പിന്നെ നിങ്ങൾ തിരുവാതിര ചൊല്ലിയില്ലേ, അതേപോലെ തന്നെ ചൊല്ലിക്കൂടെ തവകഥാമൃതം കൃഷ്ണ തപ്തജീവനം. അതൊക്കെ ഹൈ പിച്ചിലാണ് ചൊല്ലുമ്പോ നന്നായി കേട്ടോ. ആ നാടകത്തിലെ പാട്ടൊക്കെ നന്നായി. അപ്പൊ നിങ്ങളെ എപ്പോഴും ഹൈ പിച്ചിൽ എടുക്കുമ്പോഴേക്കും നല്ല സ്വീറ്റാകും, വെരി സ്വീറ്റ്. അപ്പോ തവകഥാമൃതം കൃഷ്ണ തപ്തജീവനം കവിപീഡിതം കൃഷ്ണ കർമ്മശാപകം. അത് മധുരമായി നിങ്ങൾ എല്ലാവരും ചൊല്ലും. ചൊല്ലിക്കഴിഞ്ഞ് തസാമാവിരമുത്സവരി സ്മരമാനമുഖംബുര പീതാംബരധരസ്രഗ്വി സാക്ഷാൽ മന്മഥ മന്മഥ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹം എഴുന്നള്ളിച്ചു കൊണ്ടുവരും. എഴുന്നള്ളിച്ച് ആ വിഗ്രഹം വെക്കാൻ വേണ്ടി നമുക്കൊരു സൗകര്യം ഉണ്ടാക്കണം. കാരണം ഒന്ന് മുട്ടിയാലും വീണ് പോകാത്ത രീതിയിൽ. കാരണം ആളുകൾ വളരെ ശീലമില്ലാത്തവരായതുകൊണ്ടും എനിക്കാവും എല്ലാവരും ചേർന്ന് ചെറിയ നൃത്ത ചുവടുകളോടുകൂടി കാഴ്ചക്കാരും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ 2-3 സ്റ്റെപ്പ് ഒന്ന്, ഇപ്പൊ നമുക്കുള്ള സ്ഥിരം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജയ് ജയ് ഗോവിന്ദ ജയ പിന്നെ ഗോവിന്ദ കൃഷ്ണ ജയ് ഗോപാല കൃഷ്ണ ജയ് ഗോപാല ബാലഗാന ഗോല വയസ്സായ ചന്ദ്രശേഖരൻ അദ്ദേഹം ആവശ്യം കയറിയിട്ട് 5 അടി ഉയരത്തിലൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ കൊടുപ്പോൾ എല്ലാവരും നൃത്തം ചെയ്യും. അതിനുള്ള ഒരു പാട്ട് ഇപ്പൊ തരാം. നിങ്ങൾക്ക് എഴുതി തന്ന പഠിക്കുമോ? ഓക്കെ. രാധികാ മനോഹര മദന ഗോപാല രാധികാ മനോഹര മദന ഗോപാല ദീനവത്സല ഹേ രാധേ ഗോപാല ദീനവത്സല ഹേ രാധേ ഗോപാല രാധികാ മനോഹര മദന ഗോപാല ദീനവത്സല ഹേ രാധേ ഗോപാല രാധികാ മനോഹര രാധികാ മനോഹര മദന ഗോപാല ദീനവത്സല ഹേ രാധേ ഗോപാല സപ്തജന മന്ദാര വേണുഗോപാല മുരളീധര ഹരിഗാന വിനോദ ഭക്തജന മന്ദാര വേണുഗോപാല മുരളീധര ഹരിഗാന വിനോദ ഗാന വിനോദ കണ്ണ ഗാന വിനോദ ഗാന വിനോദ
വത്സല ഹേ രാധേ ഗോപാല ശ്യാമ സുന്ദര മദന മോഹന വൃന്ദാവന ചന്ദ്രകരി ശ്യാമ സുന്ദര മദന മോഹന വൃന്ദാവന വൃന്ദാവന ചന്ദ്രകരി രാധേ ഗോവിന്ദകരി വൃന്ദാവന ചന്ദ്രകരി രാധേ ഗോവിന്ദകരി രാധേ ഗോവിന്ദകരി രാധേ ഗോവിന്ദകരി രാധേ 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 ഗോവിന്ദകരി രാധേ 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 ഗോവിന്ദകരി രാധികാ മനോഹര. ഓ ഇനി പിടിച്ചാൽ കിട്ടില്ല. ഓക്കെ, വെരി ഫൈൻ. അപ്പൊ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് എല്ലാവരും നൃത്ത ചുവടുകളുമായി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മധുരമായ ആനന്ദം നിറഞ്ഞ നിമിഷം ഏതാ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സപ്താഹത്തിലെ 7 ദിവസങ്ങളായിരുന്നു. 7 ദിവസം കടന്നുപോയത് അറിയുന്നുണ്ടോ നമ്മൾ? അല്ലെ, ഒരു 15 താമര ഇതളുകൾ അടുക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തൂടെ ഒരു സൂചി കടത്തുമ്പോൾ ഓരോ ദിവസവും ഓരോ ഇലയിൽ നിന്നും മറ്റൊരു ഇലയിലേക്ക് എങ്ങനെ പോകുന്നു എന്നതുപോലെയല്ലേ 7 ദിവസം കടന്നുപോയത്. അന്ന് നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു ഓർമ്മ എക്കാലത്തും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ യാത്രാ വഴികളാക്കി കണക്കാക്കിക്കോളൂ. പോക്കുവെയിലാണ് പ്രാധാന്യം കൂടുതലുള്ളത്. കീപ്പിറ്റ്. എല്ലാ വർഷവും ഇത് കുറച്ചൊക്കെ അടുത്ത കൊല്ലമൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഭാഗവത സമിതി രൂപീകരിക്കും. ഭംഗിയായി വായിക്കാൻ അറിയുന്ന ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം വായിക്കുന്നതിന് എന്നാൽ വായിക്കുന്നതിനാലും വേണ്ടെന്നല്ല ഞാൻ പറയുക. പക്ഷേ ഇതൊന്നും ഇന്ത്യയിലെ ഹിന്ദുക്കളല്ലാതെ അവരുടെ മതഗ്രന്ഥങ്ങൾ കൂലിക്കാളയിരുത്തി വായിപ്പിക്കുന്ന ജനസമൂഹം ലോകത്തില്ല. അല്ല, എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബൈബിൾ വായിക്കാൻ ഒരാളെ ഫീസും കൊടുത്തിരുത്തുന്നത്? വ്യാഖ്യാനിക്കാൻ ഒരാളെ കൊണ്ടല്ലോ ഒരാൾ. അപ്പൊ നമ്മളുടെ അതാണ് ഞങ്ങളുടെ സുധർമ്മയുടെ ലക്ഷ്യം. ഓരോ ക്ഷേത്രത്തെയും കേന്ദ്രീകരിച്ച് ഒരു ഭാഗവത സമിതി, ഒരു നാരായണീയ സമിതിയും ഉണ്ടാവുക എന്നതാണ്. അവിടെ ഞങ്ങൾ ആളുകളെ പ്രഭാഷണവും ശീലിപ്പിക്കും. നമ്മുടെ കൂടെ വന്ന എത്രയോ ആളുകൾ, ഇപ്പൊ രാമസ്വാമി, അവനൂർ, പിന്നെ ഗണേശൻ, എത്രയോ ആളുകൾ ഇപ്പോൾ കൊച്ചു പ്രഭാഷണങ്ങൾ. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഓരോ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ ചെറിയ ചെറിയ കഥകൾ പറഞ്ഞ് പ്രഭാഷകന്മാരായി വലിയ സപ്താഹ ആചാര്യന്മാരായവരുണ്ട്. ഇതെല്ലാം ബാങ്കിൽ കൊണ്ട് കോടി ഉൾപ്പെടാനല്ല, ഒരു വിവിധ രീതിയിലുള്ള സപ്താഹങ്ങൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഗൃഹസദസ്സുകളിലോ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഭാഗവതത്തോട് ഇൻറ്റിമസി ഉണ്ടാവും. ഭാഗവതത്തോട് ഇൻറ്റിമസി ഉണ്ടാകുമ്പോൾ അതിൻ്റെ വലിപ്പം നമ്മളറിയും. അതിൻ്റെ വലിപ്പം നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ പ്രധാന ജനതയായി മാറും. നമ്മൾ ഇന്ത്യയിലെ പ്രധാന ജനതയായി മാറിയില്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അപകടത്തിലേക്ക് പോകും. മനസ്സിലായില്ലേ? ഈ കാണാകുന്ന ഭൂരിപക്ഷ ഹിന്ദുത്വമാണ് ഇന്ത്യയെ ഇങ്ങനെ മതേതര രാഷ്ട്രമാക്കിയും ജനാധിപത്യ രാഷ്ട്രമാക്കിയും നിർത്തുന്നത്. അത് കുറഞ്ഞു വന്ന് ഇപ്പോൾ 60% 50%, 45% ആകുമ്പോഴേക്കും ഔറംഗസീബിന്റെ കാലം പുനർജനിക്കും. അന്ന് പ്രസിഡന്റും ഉണ്ടാവില്ല, കോടതിയും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അവർക്കുണ്ടാകുന്ന വഖഫ് കോടതികളെ ഉണ്ടാവുകയുള്ളൂ. കൈ വെട്ടുക, കാല് വെട്ടുക, കല്ലെറിഞ്ഞ് കൊല്ലുക തുടങ്ങിയ ശിക്ഷകൾ. മതം മാറുന്നോ മരിക്കുന്നോ എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇന്ത്യയെ നമ്മൾ മാറ്റരുത്. അതിന് നമ്മൾ നമ്മളുടെ മഹത്വം തിരിച്ചറിയുകയും ഓരോ വിദ്യാലയത്തോടും ചേർന്ന്, ഓരോ ദേവാലയത്തോടും ചേർന്ന് ഓരോ വിദ്യാലയവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ എവിടെയും പോകേണ്ടി വരരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലിക്ക് തലചൊറിഞ്ഞ് പോകേണ്ടി വരരുത്. അല്ലെ, 6000 സ്കൂളുകളും ഉള്ള